പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 5 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവർ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതിയിൽ വായിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്, തലയോട്ടിൽ സിസ്റ്ററുകളുടെ ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അരസിസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസ്ഥാനത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്ക് ആ വചനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോകാം. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ നല്ല നിലത്താണ് വീണത്, പക്ഷെ വിത്തുകൾക്ക് ഒരേ സ്ഥലത്ത് വീണിട്ടും പല വിളവാണ്. അതല്ലേ പ്രശ്നം. ഇപ്പം നമ്മൾ 30 മേനി കണ്ടു കഴിഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ആണ് 60 മേനി. അത് ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ കാണുന്നത് എന്താ അറിയാവാ? 100 മേനിയാണ്. 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ് 100 മേനി? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യാശയ്ക്കുണ്ടാകുന്ന ഒരു വിഷയം. പ്രത്യാശയുള്ള 60 മേനി പഴയകാല അനുഭവങ്ങൾ. ഇപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ, ഈ വിശ്വാസത്തിലൊരു വിഷയം ചെയ്യണത് ഓരോടെ സഡൻ ആർക്കും കയറി വിശ്വാസത്തിൽ വർത്തമാന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്നു, അവർക്കത് അനുഭവമായി മാറുന്നു. പക്ഷേ അതാണ് സാധാരണ കേവല വിശ്വാസം. വർത്തമാനകാലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് അപ്പം തന്നെ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ അത് 30 മേനിയേ ഉള്ളൂ. നമ്മൾ പ്രത്യാശിക്കുന്നു പറയുമ്പോൾ വർത്തമാനകാല അനുഭവം മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മുടെ പാസ്റ്റായിട്ടുള്ള അനുഭവങ്ങളില്ലേ. അതാണ് കുറച്ചുകൂടി ഗ്രോണപ്പ്, കർത്താവിൽ കുറച്ചുകൂടി വളർന്ന ആൾക്കാർക്കാണ് പ്രത്യാശ വരണത്. കഷ്ടത സഹനശീലവും എന്നല്ലേ പറയണത്. റോമ 5:4-5. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന്. അതായത് കഷ്ടത സഹനശീലം ഉളവാക്കുന്നു. കഷ്ടത എന്താ ഉളവാക്കണത്? സഹനശീലം ആത്മധൈര്യം ഉളവാക്കുന്നു. ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ നമ്മൾ നിരാശയാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതെല്ലാം കഷ്ടത സഹനശീലമാണ്. അപ്പോൾ ശീലം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ശീലമല്ല. ശീലം എന്ന് പറഞ്ഞാൽ എന്താണത്? ഹാബിറ്റ്. വാട്ട് ഇസ് ഹാബിറ്റ്? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. മുൻകാലങ്ങളുണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ, അതാ കഷ്ടത സഹന. പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വിശ്വസിച്ചു, അപ്പോൾ നമുക്ക് പണ്ടൊക്കെ സഹനം വന്നു. ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു, പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അതിൽ നമുക്ക് ഡെലിവറായി, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കത് വിശ്വാസമായി, അപ്പോൾ അതൊക്കെ അനുഭവമായി. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആണ്. ഇപ്പം അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് കണ്ട, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ്. ഫെബ്രുവരി 12:1 എടുത്തേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ
നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പം നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യാശാസ്പദങ്ങൾ നമ്മുടെ പൂർവ്വകാല ദൈവാനുഭവങ്ങൾ മാത്രമല്ല, മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രത്യാശയുടെ ആസ്പദമാണ്. അപ്പോൾ കുറച്ച് ഇത് പക്ഷേ ഇതൊരു മെച്ചുവർ ക്രിസ്ത്യനാണ്, കുറച്ചുകൂടി ഗ്രോണപ്പായി. എങ്ങനെ ഗ്രോണപ്പായി? അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മെച്ചുവർ ക്രിസ്ത്യൻസ്. അവന് പാരമ്പര്യമുണ്ട്. പാരമ്പര്യ പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുത്തത് നമുക്ക് ആസ്തിയാണ്. അതുപോലെ നമ്മുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച ആസ്തിയാണ്. അതാണ് പ്രത്യാശ. ഇനി അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും 60 മേനിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി എന്താ വരണത്? 100 മേനിയുണ്ട്. അതെന്താണ്? സ്നേഹം. നമ്മൾ ആദ്യം വിശ്വാസത്തിൽ വിതക്കുന്നവർ 30 മേനി, പ്രത്യാശ വിതക്കുന്നവർ 60 മേനി. പിന്നെന്താ പറഞ്ഞത്? സ്നേഹത്തിൽ വിതക്കുന്നത്. അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. ഒരു കുരുവിട്ട, ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോൾ 100 വിത്തുകൾ നമുക്ക് കിട്ടും. ഗലാത്യർ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗ്യാപ്പില്ല. പ്രത്യാശക്ക് ഒരു കുഴപ്പമുണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വിട്ടു പിടിക്കും. ഇപ്പം നമ്മൾ മോട്ടർ വെള്ളം അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങനെ വരത്തില്ലേ? നമ്മൾ ഓസ് നോക്കുമ്പോൾ കുറച്ച് വെള്ളം ചാടി വരും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ട്. പ്രത്യാശയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം സ്നേഹത്തിന് അങ്ങനെയല്ല. സ്നേഹം 100 മേനി കൊയ്യണമെന്ന് പറഞ്ഞ കാര്യം ഗ്യാപ്പില്ല. ഇടയ്ക്ക് ഗ്യാസൊന്നും കയറുന്നില്ല. ഇടയ്ക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട്. അങ്ങനെ വരത്തില്ല. 100 എല്ലാ സമയത്തും ഒരുപോലെ. അതാണ് സ്നേഹത്താൽ നിരതത്തിനാണ് പ്രാധാന്യം. അവിടെ പ്രവർത്തനമൊക്കെ മൂലമുണ്ടല്ലോ. പ്രവർത്തനം ആദ്യം പോലെ ഉണ്ടല്ലോ. വിശ്വാസം പ്രവർത്തനം മൂലമാണ് നീതീകരിക്കണം എന്നുണ്ടല്ലോ. പക്ഷെ നിരതമായിരിക്കത്തില്ല. അവിടെ ഗ്യാപ്പ് വരും. എല്ലാവരുടെയും അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ്. എൻ്റെ ഉൾപ്പെടെ എന്താ കാര്യം? പെട്ടെന്നൊരു ചൈതന്യം കയറി നടക്കുന്ന ചില ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ. ഇപ്പം ഞാൻ തന്നെ, എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇത് നേരത്തെ ആകാമായിരുന്നല്ല. പക്ഷെ നേരത്തെ ആയില്ല. ഗ്യാപ്പ് വരുന്ന അവിടെ. അതാണ്. അപ്പം ഇതങ്ങനെയല്ല. സ്നേഹമുള്ളവന് നിരത ഉണ്ടാവും, ഗ്യാപ്പ് വരത്തില്ല. അപ്പം കുറച്ച് ആൾക്കാർ ആരംഭശൂരത്തും കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ കൃത്യം വന്നുകൊണ്ടിരിക്കും. 2-3 ആഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൻ വന്ന് വയ്യാവേലി പിടിച്ചുകൊണ്ട് പോയി നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിടണമെന്ന് നിനക്കത് മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് എന്ത് കൊണ്ടുവന്ന് വേണ്ടത്? നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഭയങ്കര വിജിലുണ്ടാവും. ഒക്കെ കേൾക്കുക, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, കേൾക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അല്ല ഇത് കേൾക്കണം, ഇത് കേട്ടേ പറയത്തുള്ളൂ, ഇത് ചെറിയൊരു മിറ്റുള്ളതൊക്കെ പറയുകയാണ്. നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച് സ്നേഹത്തിൻ്റെ ചിറകിൽ ധരിച്ചൊരുവനെ കണ്ടില്ലേ? അതാണ് ഈശോ പറയണത്. ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ നേരത്തെ, ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രെയർ നല്ലതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യണ ഒറ്റക്ക് നിങ്ങളുടെ കൂടെ ചെയ്യണ കാര്യങ്ങളില്ലേ, അതൊക്കെ മുമ്പ് ഒരു ഒറ്റക്ക് ചെയ്യുന്ന കാര്യമുണ്ട്. എല്ലാ വിഷയവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, പോകുന്ന വഴികൾ എല്ലാം ജപമാലയിൽ സമർപ്പിക്കും. ദൈവത്തിനേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാതെ കയറി വരുന്നവൻ പിശാചാണ്. അപ്പോഴും നമ്മൾ ജോബാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ നീതിമാനാണെങ്കിൽ ദൈവം പിശാച് പോകാൻ പറയും, നിനക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പിശാച് പറയും, ഞാൻ അപ്പോയിൻമെൻറ്റിന് വന്നതാണ്, അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പം പരീക്ഷിച്ചു, അവൻ്റെ ജീവൻ്റെ കൈവെക്കരുതെന്ന് പറയും. അപ്പോൾ കണ്ടീഷണൽ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. പിശാചിന് കണ്ടീഷണൽ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. കാര്യം എന്താണ്? ജോബിന് ദൈവമായിട്ട് അണ്ടർകറൻ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് സഹനങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധമാണ്. സഹനം ഉണ്ടെങ്കിൽ ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല. സഹനം ഉണ്ടെങ്കിൽ ബന്ധം കൂടുകയല്ലേ വേണ്ടത്, കൂടുകയല്ല ചെയ്യണം സാധാരണ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളല്ല ഒന്നാണിത്. അപ്പം ഇതേപോലെ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് 60 മേനി 100 മേനി എന്ന് പറയുന്നത്.
100 പേര് കഴിയാൻ നോക്കണം. ഓക്കെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.